നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ജില്ലയിലെ മുഴുവൻ തോടുകളും ശുചീകരിക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിന് പിണറായി ഗ്രാമപഞ്ചായത്തിലെ വെണ്ടുട്ടായി പുറത്തോട്ട് ശുചീകരിച്ചുകൊണ്ട് തുടക്കമായി. രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹരിത കേരളം മിഷന്റെ പിന്തുണയോടെ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന ക്യാമ്പയിന്റെ മൂന്നാം ഘട്ടത്തിന് തുടക്കം കുറിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമം, ഗ്രാമീണ ജനങ്ങളുടെ നിഷ്കളങ്കത, ആ ഗ്രാമത്തിന്റെ സൗന്ദര്യവും സുഗന്ധവും, ഗ്രാമങ്ങൾ നന്മകളാൽ സമൃദ്ധമെന്ന് കവികൾ പാടി ഓർമ്മയ്ക്കും എല്ലാം കൂടി ചേർന്ന ഒരു ഗ്രാമം എന്ന് പറയുമ്പോൾ ആ ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയും സൗന്ദര്യവും വേറെ തന്നെയാണ്. നഗരത്തിലാകുമ്പോൾ അതിന്റെ കൃത്രിമത്വം, ഭാവുകത്വം, സാങ്കേതിക സാമ്പത്തിക സമ്മർദ്ദം ഇതൊക്കെയാണ്. ഇവിടെ ഇത്ര അമ്മമാരും സഹോദരിമാരും എപ്പോഴെങ്കിലും ആളുകൾ വന്നത് ആ ഗ്രാമത്തിന്റെ ഒരു വിശുദ്ധിയുടെ ഭാഗമാണ്. പരിപാടിയിൽ പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സി സനില, ജില്ലാ പഞ്ചായത്ത് മെമ്പർ കോങ്കി രവീന്ദ്രൻ, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാർ അഹമ്മദ്, മുരിക്കോളി പവിത്രൻ, പിണറായി പഞ്ചായത്ത് അംഗങ്ങളായ ജയദേവൻ, ബിന്ദു, കെ വി പവിത്രൻ, കെ പ്രദീപൻ, പൊതുജന വായനശാല സെക്രട്ടറി വിനോദൻ, ഹരിത കേരളം മിഷൻ RP ലത, കാണി എന്നിവർ സംസാരിച്ചു. ഹരിത കേരളം മിഷൻ കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ കെ സോമശേഖരൻ പദ്ധതി വിശദീകരണം നടത്തി. തോടുകൾ ശുചീകരിക്കുന്നതിന് പുറമെ താൽക്കാലിക തടയണകൾ നിർമ്മിക്കലും ക്യാമ്പയിനിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. തോടുകളിലേക്ക് മലിനജലം ഒഴുക്കുന്നത് തടയാനുള്ള ബോധവൽക്കരണ പരിപാടികളും ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിനിന്റെ ഭാഗമായി തുടക്കം കുറിച്ചു. പിണറായി ഗ്രാമപഞ്ചായത്തിലെ വെണ്ടുട്ടായി പാറത്തോട് തോടിന്റെ 3200 മീറ്റർ ദൂരത്തിലാണ് സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ ശുചീകരിച്ചത്. കണ്ണൂർ ജില്ലയിൽ ആകെ 1347 കിലോമീറ്റർ തോടാണ് ശുചീകരിക്കേണ്ടത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുറമെ ഗ്രന്ഥശാലകൾ, റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ, കുടുംബശ്രീ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയെന്ന് ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ കെ സോമശേഖരൻ പറഞ്ഞു.